അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഷോപ്പിംഗ് മാളുകളുടെ എണ്ണത്തിൽ ഒരെണ്ണം കൂടി കൂടിയിരിക്കുകയാണ്. കോഴിക്കോട് സിറ്റിയുടെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാളുകളുടെ നഗരം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ആ എണ്ണം ഇങ്ങനെ കൂടി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ല വളരെയധികം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഏത് ഷോപ്പിംഗ് മാളാണ് തുറക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, നമ്മുടെ ലുലു മാൾ, മാങ്കാവ് ലുലു മാൾ ആണ് ഏറ്റവും പുതിയതായിട്ട് കോഴിക്കോട് ജില്ലയിൽ തുറക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ലുലു ഗ്രൂപ്പിന്റെ 4ാമത്തെ ഷോപ്പിംഗ് മാൾ ആണ്. ഡിസംബർ 18, 2023 ലുലു ഗ്രൂപ്പ് അവരുടെ 3ാമത്തെ ഷോപ്പിംഗ് മാൾ പാലക്കാട് ഓപ്പൺ ചെയ്തത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 8 മാസങ്ങൾക്ക് ശേഷം കോഴിക്കോട് ലുലു ഗ്രൂപ്പ് ഏറ്റവും പുതിയ ലുലു മാൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എന്നാണ് ഉദ്ഘാടനം എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ മാസം 9-ാം തീയതി സെപ്റ്റംബർ 9, 2024 നമ്മുടെ കോഴിക്കോട് ലുലു മാളിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കയറി പൂണ്ടി വിളയാടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട്, പാലക്കാട്, അതിനു മുമ്പ് ട്രിവാൻഡ്രത്താണ് ഓപ്പൺ ചെയ്ത്, അതിനു മുമ്പ് കൊച്ചിയിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ 4 ഷോപ്പിംഗ് മാളുകളാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ കയ്യിലുള്ളത് കേട്ടോ. ഇതിൽ 3 ഷോപ്പിംഗ് മാളുകളാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. 4ാമത് തുറക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ കോഴിക്കോട് മാങ്കാവാണ് കേട്ടോ. ഇതിൽ നമ്മളൊന്ന് എടുത്തു നോക്കുവാണെങ്കിലേ, ഇപ്പോൾ ട്രിവാൻഡ്രം, കൊച്ചിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പാലക്കാടാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ലുലു ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മിനി മാൾ കൺസെപ്റ്റിലാണ് ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നത്. കാര്യം നമ്മൾ മറ്റ് 2 മാളുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് തുറക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് ലുലു മാളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3.7 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റ് കൈയടക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്, നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അത് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോഡ് സാധനങ്ങൾ വിലക്കുറവിൽ നമ്മുടെ കാർട്ടിലേക്ക് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല അവിടെ ഭക്ഷണ സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് വാങ്ങിക്കാം, നേരെ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കുക. ഇതാണ് ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഐറ്റം, വെറൈറ്റി, അൺലിമിറ്റഡ് ഫുഡും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഗ്രോസറി ഒക്കെയാണ് നമുക്ക് ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ്, ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോൺസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ലുലു കണക്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡ്രസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലുലു ഫാഷൻ സ്റ്റോർ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്റർടൈൻമെന്റ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഇല്ല എന്നുള്ള കാര്യം പറയണ്ടല്ലോ. പക്ഷെ അവിടെ ഗെയിമിംഗ് സോൺ ഉണ്ട്. ലുലുവിന്റെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഫൺ ടൂറാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് കൂടാതെ മറ്റനവധി ബ്രാൻഡുകൾ, ഇന്റർനാഷണൽ, നാഷണലുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ ലുലുവായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരഗൺ ആണ്. കാര്യം മറ്റ് ലുലു മാളുകളിൽ പാരഗണിന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അപ്പോൾ കോഴിക്കോട് പാരഗൺ ആണല്ലോ. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ലുലു മാളിൽ പാരഗണിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയാം. ഇനി ഇത് കൂടാതെ അടുത്ത് തുറക്കാനായിട്ട് പോകുന്ന ലുലു മാൾ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ ഇനി അടുത്ത് തുറക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതും വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈം ഇപ്പോൾ സെപ്റ്റംബർ 9 തുറക്കുന്നത്, അത് നന്നായി എന്ന് തന്നെ പറയാം. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ, ഇപ്പോൾ മഴയുടെ ആ ഒരു തീവ്രതയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. റോഡിലെ ബ്ലോക്ക്, വെള്ളം, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ സേഫായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. എല്ലാ ആൾക്കാർക്കും അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ മഴ ഇപ്പോൾ മുംബൈയിലെത്തി, മുംബൈയിൽ ഇപ്പോൾ ഗുജറാത്തിനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞാൽ കോട്ടയം ലുലു മാള്. അപ്പോൾ ഗെറ്റ് റെഡി കോഴിക്കോട്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, സെപ്റ്റംബർ 9 ഉദ്ഘാടനം.